ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോ ടെക്നോളജി എന്ന സെക്ഷനാണ്. ഈ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോളജി, ഡിസൈൻ ഓഫ് എ ഹിസ്റ്റോളജി ലബോറട്ടറി, റിസപ്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് സ്പെസിമെൻസ്, ബേസിക് നോളജ് അബൌട്ട് ദി വേരിയസ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പ്രോസസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ? ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ അനാട്ടമിയുടെ ഒരു ബ്രാഞ്ചാണ്. മെയിൻ ആയിട്ട് ടിഷ്യൂസ് റിലേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യാനാണ് ഹിസ്റ്റോളജി യൂസ് ചെയ്യുന്നത്. പ്ലാന്റ് ടിഷ്യൂ ആവട്ടെ, അനിമൽ ടിഷ്യൂ ആവട്ടെ, ഈ ടിഷ്യൂസിനെ നമുക്ക് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ സ്റ്റഡി ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഹിസ്റ്റോളജി ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് സ്ട്രക്ചർ, ഫങ്ഷൻ, ഈ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ടും മനസ്സിലാക്കാനും പറ്റും. ഹിസ്റ്റോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് സെൽ ബയോളജി, ബയോകെമിസ്ട്രി, ഫിസിയോളജി, പാത്തോളജി, ഈ സബ്ജക്ട്സ് ഒക്കെ ആയിട്ട് എന്താണ് ഇന്റർലിങ്ക് ചെയ്ത് കിടക്കാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് മൈക്രോസ്കോപ്പിയാണ്. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൽസിനെ വ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ കാണും, സെൽസും ടിഷ്യൂസും. സെല്ല് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് കമ്പൈൻ ചെയ്താൽ സെൽസ്. ഈ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂ റിലേറ്റഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ടേം നോക്കാം, ഹിസ്റ്റോ പാത്തോളജി. എന്താണ് ഹിസ്റ്റോ പാത്തോളജി? നമുക്കറിയാം ഹിസ്റ്റോ എന്താന്ന് നമ്മൾ പറഞ്ഞു. പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെഡിസിന്റെ തന്നെ വേറൊരു ബ്രാഞ്ചാണ്. മെയിൻലി എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, ഡീൽ വിത്ത് സ്റ്റഡി ഓഫ് ഡിസീസസ്. അതായത് ഡിസീസസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാത്തോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോ പാത്തോളജി എന്ന് പറയുമ്പോൾ ടിഷ്യൂ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിസീസ് പ്രോഗ്രഷൻ നമുക്ക് മൈക്രോസ്കോപ്പ് വഴി സ്റ്റഡി ചെയ്യാനായിട്ടാണ് ഹിസ്റ്റോ പാത്തോളജി യൂസ് ചെയ്യുന്നത്. അതായത് ടിഷ്യൂല് എന്തിൻ്റെങ്കിലും പ്രസൻസ് അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ആബ്സെൻസ് ഡ്യൂറിങ് എന്താണ് ഒരു ഡിസീസ്ഡ് കണ്ടീഷന്റെ ടൈമില്. ഈ ഹിസ്റ്റോ ടെക്നോളജി എന്ന് പറയുന്നത് പാത്തോളജിയിലും അതുപോലെ തന്നെ ബയോമെഡിക്കൽ റിസർച്ചിലും ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ടിഷ്യൂൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ സെല്ലുലാർ സ്ട്രക്ചർ ഒക്കെ നമുക്ക് ഹിസ്റ്റോ ടെക്നോളജി ചെയ്യുന്നത് വഴി വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഹിസ്റ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹിസ്റ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ദി സ്റ്റഡി ഓഫ് ടിഷ്യൂ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ അറ്റ് മൈക്രോസ്കോപ്പിക് ലെവൽ, ഓപ്പൺ വർക്കിംഗ് ഇൻ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസ്. അതായത് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന, അതായത് ടിഷ്യൂ റിലേറ്റഡ് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ ഹിസ്റ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹിസ്റ്റോ പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഹിസ്റ്റോ പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ടിഷ്യൂ സാമ്പിളില് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഡിസീസ് ഡയഗ്നോസിസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പാത്തോളജിസ്റ്റിനെയാണ് ഹിസ്റ്റോ പാത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഡയഗ്നോസിസിൽ മെയിൻലി നമ്മൾ ക്യാൻസർ ഐഡന്റിഫിക്കേഷൻ, ഇൻഫെക്ഷൻസിന്റെ ഐഡന്റിഫിക്കേഷൻ, ടിഷ്യൂ റിലേറ്റഡ് അബ്നോർമാലിറ്റീസ്, ഇതൊക്കെ എന്താണ് ഒരു ഹിസ്റ്റോ പാത്തോളജിസ്റ്റിന് ഹിസ്റ്റോ ടെക്നോളജി ചെയ്യുന്നത് വഴി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിസൈൻ ഓഫ് എ ഹിസ്റ്റോളജി ലബോറട്ടറി. ഓക്കെ, ഹിസ്റ്റോളജി ലബോറട്ടറിയുടെ ഡിസൈൻ ആണ്. ഒരു ഹിസ്റ്റോളജി ലബോറട്ടറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കെയർഫുൾ പ്ലാനിങ് ആവശ്യമാണ്. അതായത് ടിഷ്യൂ പ്രോസസ്സിങ്, സ്റ്റെയിനിങ്, അതിന്റെ അനാലിസിസ് ഒക്കെ നമുക്ക് എന്താണ് ക്യാരി ഔട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ സേഫ്റ്റിയും എഫിഷ്യൻസിയും ക്വാളിറ്റി കൺട്രോളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. എന്താണ് ഒരു ലബോറട്ടറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ലബോറട്ടറി ഓർഗനൈസേഷനിൽ മെയിൻ ആയിട്ട് 3 പാർട്സ് ആണുള്ളത്. അതായത് ലബോറട്ടറി കൺസ്ട്രക്ഷൻ. ലബോറട്ടറി കൺസ്ട്രക്ഷനിൽ ആ ലബോറട്ടറിയുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, പ്ലസ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു
പെർട്ടിക്കുലർ ലാബിലെ എക്സ്പെരിമെന്റ്സ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്ന ലബോറട്ടറി സ്റ്റാഫ്സ് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുന്ന സ്റ്റാഫ്സ് വാട്ട് എവർ. ദെൻ ആ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പും പിന്നെ നമ്മൾ ലാബില് ഒരു പെർട്ടിക്കുലർ ടെക്നിക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ, ഈ 3 പാർട്സ് ചേർന്നിട്ടാണ് ഒരു ഓർഗനൈസ്ഡ് ലബോറട്ടറി ഫോം ആകുന്നത്. Designing an efficient, safe, and functional histology laboratory require careful planning to accommodate specialized workflows, equipment safety regulations, and ergonomic needs. Ergonomic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു ഡിസൈൻ ആൻഡ് അറേഞ്ച്മെന്റിനാണ് നമ്മൾ എർഗോണമിക് നീഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ ലാബ് ലേഔട്ട് ആൻഡ് സോണിങ്. ലാബ് ലേഔട്ട് ആൻഡ് സോണിങ് എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്റോ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് സ്റ്റെപ്സ് ഉള്ള ഒരു പ്രോസസ്സാണ്. അപ്പോ ലാബില് നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് ഓരോ സോണും ഓരോ പെർട്ടിക്കുലർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ വർക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനെ സോൺ ഔട്ട് ചെയ്യും. അപ്പോ ഫസ്റ്റ് എന്ന് പറയുന്നത് റിസപ്ഷൻ ആൻഡ് സ്പെസിമെൻ റിസീവിംഗ് ഏരിയ. അതായത് ഹിസ്റ്റോ ടെക്നോളജി ക്യാരി ഔട്ട് ചെയ്യുന്ന എന്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്പെസിമെൻ വേണം. അത് സംടൈംസ് അതൊരു എന്താണ് ലൈക്ക് ഒരു പേഷ്യന്റ് സാമ്പിൾ ആവാം വാട്ട് എവർ. അപ്പോൾ ആ സ്പെസിമെന്റെ റിസപ്ഷനും ആ റിസീവിംഗ് ഏരിയയും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. സാമ്പിൾ റിസീവലിന് വേണ്ടിയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ഉണ്ടാവും അത് റിസീവ് ചെയ്യാനായിട്ട്. ദെൻ ആ സാമ്പിൾ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ലോഗിങ്, അതായത് ലോഗ് ബുക്കിൽ നോട്ട് ചെയ്യണം. ആൻഡ് ഇനിഷ്യൽ ഇൻസ്പെക്ഷൻ ഓഫ് സ്പെസിമെൻ, ആ ഫസ്റ്റ് കിട്ടിയ സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യണം, ഇനിഷ്യലി ഒരു ഇൻസ്പെക്ഷൻ ക്യാരി ഔട്ട് ചെയ്യണം. ഓക്കെ, ഈ ഇൻസ്പെക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഒരു ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഡെസ്ക് നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു ക്ലീൻ അല്ലാത്ത ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു പ്ലേസിലാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് എന്നുള്ള കണ്ടാമിനേഷൻ എന്ത് പറ്റും, ആ ടിഷ്യൂയിലേക്ക് വരും. ദെൻ സ്പെസിമെൻ ബാഗ്സ് വേണം, അതായത് ഓരോ സ്പെസിമെനും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സ്പെസിഫിക് ബാഗ്സ് വേണം. അതുപോലെ തന്നെ സാമ്പിൾസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് റെഫ്രിജറേറ്റർ വേണം. എല്ലാ സാമ്പിളും ചിലപ്പോൾ റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓരോ സാമ്പിളിനും അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്, കൂൾ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ കൂൾ ആയിട്ടുള്ള കണ്ടീഷനിൽ സ്റ്റോർ ചെയ്യേണ്ട സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ട് റിഫ്രിജറേഷനും നമുക്ക് എന്ത് വേണം. ദെൻ ഗ്രോസിംഗ് അല്ലെങ്കിൽ ഡിസെക്ഷൻ ഏരിയ. ഗ്രോസിംഗ് ഡിസെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിളിനെ ഡിസെക്ട് ചെയ്യുന്ന പ്ലേസ് ആണ്. അപ്പോൾ ആ ഡിസെക്ട് ചെയ്യുന്ന പ്ലേസിൽ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഡിസെക്ഷൻ ടൂൾസ്, ദെൻ സ്പെസിമെൻ സ്റ്റോറേജ്, അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ, ഇതൊക്കെ പോസിബിൾ ആയിരിക്കണം. ഇത് കൂടാതെ തന്നെ പ്രോപ്പർ വെന്റിലേഷൻ വിത്ത് ഫ്യൂ മോഡ്സ് അല്ലെങ്കിൽ എക്സ്ട്രാക്ടർ ഫാൻസ് ടു മാനേജ് കെമിക്കൽസ്. ഇനി പ്രോസസിംഗ് ഏരിയ. പ്രോസസിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ടിഷ്യൂ നമ്മുടെ കയ്യിൽ സ്പെസിമെൻ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞു. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിഷ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ് ചെയ്യണം. അപ്പോൾ ആ ടിഷ്യൂ പ്രോസസ്സ് ചെയ്യാനായിട്ട് ടിഷ്യൂ പ്രോസസ്സേഴ്സ് ഉണ്ട്, എംബെഡിങ് മെഷീൻസ് ഉണ്ട്, കാസറ്റ്സ് ഉണ്ട്. സോ ഇത് എല്ലാം പ്ലേസ് ചെയ്യാനായിട്ട് പ്രോപ്പർ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഡിസെക്ഷൻ ഏരിയയ്ക്ക് അടുത്ത് തന്നെ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇൻ ഓർഡർ ടു മിനിമൈസ് എന്താണ്, സ്പെസിഫിക് ട്രാൻസ്ഫർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്യുപ്മെന്റ് ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ ഇനി കുറേ ദൂരം ചെന്നിട്ടാണ് അടുത്ത പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടാമിനേഷന്റെ ചാൻസ് കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസ്ഫർ ഡിസ്റ്റൻസ്, അതായത് സ്പെസിമെൻ വൺസ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെല്ലാം പ്ലാൻ ചെയ്യേണ്ടത്. ദെൻ മൈക്രോടോമി സെക്ഷൻ. മൈക്രോടോമി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോടോംസ് യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കിട്ടിയ ടിഷ്യൂവിനെ, നമുക്ക് കിട്ടുന്ന ടിഷ്യൂവിനെ നമ്മൾ വളരെ തിൻ സ്ലൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ടിഷ്യൂവിനെ നമ്മൾ സ്ലൈസ് ചെയ്യണം. അപ്പോൾ സ്ലൈസ് ചെയ്യാനായിട്ട്
യൂസ് ചെയ്യുന്നതാണ് മൈക്രോടോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോടോമിന് ഒരു സ്പെഷ്യലൈസ്ഡ് കൗണ്ടർ ഉണ്ടാവണം അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ആ പെർട്ടിക്കുലർ ഏരിയയിൽ പ്രോപ്പർ ലൈറ്റിങ്ങും നമുക്ക് വേണം. കാരണം എന്താണ്, നമുക്ക് ആ ടിഷ്യൂ നമ്മൾ മിൻസ് ചെയ്യുന്നത് അത്രയും തിന്നായിട്ടാണ്. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ, അതായത് മൈക്രോടോം ഇരിക്കുന്ന പ്ലേസിൽ തന്നെ എന്താണ്, മൈക്രോടോം നമുക്ക് എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേസ് അവിടെ ആവശ്യമാണ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ആക്സിഡൻസ്. ദെൻ സ്റ്റെയിനിങ് ഏരിയ. സ്റ്റെയിനിങ് ഏരിയയിൽ സ്റ്റെയിനിങ് ട്രേസ്, ഡൈസ്, ദെൻ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദെൻ ഓട്ടോമാറ്റഡ് സ്റ്റെയിനിങ് മെഷീൻസ് ഒക്കെ എന്താണ്, ഒരു ഹൈ ത്രൂപുട്ട് ലാബിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലൈഡ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഏരിയ. സ്ലൈഡ് റിവ്യൂ ചെയ്യാനും അനാലിസിസിനും വേണ്ടിയിട്ട് വേറൊരു ഏരിയയും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുവെക്കണം. അവിടെ നമ്മൾ മൈക്രോസ്കോപ്പ് പ്ലേസ് ചെയ്യും. ദെൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിജിറ്റൽ പാത്തോളജി സിസ്റ്റം ഫോർ സ്ലൈഡ് എക്സാമിനേഷൻ, പിന്നെ ഇമേജ് ക്യാപ്ചറിങ്, ഡോക്യുമെന്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ്. ദെൻ സ്റ്റോറേജ് ഏരിയ. സ്റ്റോറേജ് ഏരിയ എന്ന് പറയുമ്പോൾ കെമിക്കൽസ്, റിയേജൻസ്, പാരഫിൻ ബ്ലോക്സ്, നമ്മുടെ സ്ലൈഡ്സ്, ഇതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ വേണം. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്, സേഫ്റ്റി റെഗുലേഷൻസ് അനുസരിച്ചുമായിരിക്കും. ദെൻ ഓഫീസസ് ആൻഡ് വർക്ക് സ്പേസ് ഫോർ സ്റ്റാഫ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ലാബിൽ, അതായത് ഹിസ്റ്റോ ടെക്നോളജി ക്യാരി ഔട്ട് ചെയ്യുന്ന ലാബില് ഓരോ എക്യുപ്മെന്റ്സിന്റെ ഓരോ പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ്സ് പ്ലസ് ഓരോ സ്റ്റെപ്പ്, പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഓരോ സ്റ്റെപ്പും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് പ്ലേസ് ചെയ്യുന്ന സ്പേസിനെ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ലാബ് സ്റ്റാഫ്സിന് ഒരു പെർട്ടിക്കുലർ സ്പേസ് ഉണ്ടാവണം. അതായത് റിപ്പോർട്ട് റൈറ്റിംഗ്, അനാലിസിസ്, ഡോക്യുമെന്റേഷൻ, ഇത് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് വേറൊരു സ്പേസ് വേണം ഉണ്ടാകാൻ. ആൻഡ് ദാറ്റ് സ്പേസ് ഷുഡ് ബി സെപ്പറേറ്റ് ഫ്രം ലാബ് സ്പേസ് ടു മെയിൻറ്റെയിൻ ക്ലീൻലിനെസ് ആൻഡ് നോയിസ് റിഡക്ഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെന്റിലേഷൻ സേഫ്റ്റി മെഷേഴ്സ് ആണ്. വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ ഉണ്ടാവണം ലാബില്. മെയിൻലി ഹെപ്പ ഫിൽട്രേഷൻ. ഹെപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ. ഫുൾ ഫോം ഓർത്തിരിക്കുക, ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ. ഹെപ്പ ഫിൽട്രേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്, കെമിക്കലിന്റെ ഫ്യൂംസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ടോക്സിക് റിയേജൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്യൂം വുഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ കെമിക്കൽ സ്റ്റോറേജ്, ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്യാബിനറ്റ്സ്, ദെൻ സ്പിൽ കണ്ടെയ്ൻമെന്റ് ട്രേസ്, ഹസാഡസ് കെമിക്കൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കീപ്പ് ചെയ്യണം. ദെൻ റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കണം നമ്മുടെ കെമിക്കൽസ് ഫ്ലെയിമബിൾ ആണോ കാർസിനോജൻസ് ആണോ എന്നുള്ളത് അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ, കീപ്പ് ചെയ്യാനായിട്ട്. ദെൻ ബയോസേഫ്റ്റി ക്യാബിനറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ടിഷ്യൂവിനെയാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. സംടൈംസ് ഇൻഫെക്ഷ്യസ് സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ബയോസേഫ്റ്റി ക്യാബിനറ്റ് യൂസ് ചെയ്യണം. ക്ലാസ് 1 അല്ലെങ്കിൽ ക്ലാസ് 2. എന്തിനു വേണ്ടിയിട്ട്, ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ. ദെൻ എമർജൻസി എക്യുപ്മെന്റ്. എമർജൻസി എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, ഐ വാഷ് സ്റ്റേഷൻ, ദെൻ സേഫ്റ്റി ഷവേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എമർജൻസി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, അത് ക്ലിയർലി നമ്മൾ മാർക്ക് ചെയ്യണം. എമർജൻസി എക്സിറ്റ്സ് ഒക്കെ ക്ലിയർലി മാർക്ക് ചെയ്യുകയും വേണം. ദെൻ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റും എല്ലാവർക്കും ഈസിലി അക്സസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കോട്ട്സ്, ഗ്ലൗസ്, മാസ്ക്, ഗോഗിൾസ്, ഇതൊക്കെ വേണം എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ അണ്ടറിൽ വരുന്നത്. ദെൻ എർഗോണമിക് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഡിസൈൻ. അഡ്ജസ്റ്റബിൾ വർക്ക് സ്റ്റേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാബിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മൈക്രോടോമിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ ലൈറ്റിംഗ്, അഡ്ജസ്റ്റബിൾ ലൈറ്റ്സ് യൂസ് ചെയ്യാം. ബ്രൈറ്റ് ലൈറ്റിംഗ് മെയിൻലി മൈക്രോടോമിയുടെ കേസിൽ, അതായത് നമ്മൾ ടിഷ്യൂവിനെ വളരെ തിന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സെക്ഷൻ ആക്കുന്ന പ്രോസസ്സാണ്. ദെൻ ഹാർഷ് അല്ലെങ്കിൽ ഓവർ ഹെഡ് ലൈറ്റ്സ്, അതായത് നമ്മൾ
എന്താണ് ഈ ടിഷ്യൂ വെക്കുന്ന സ്ലൈഡിൽ ഗ്ലെയർ അടിക്കുന്ന രീതിയിലുള്ള ലൈറ്റ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ദെൻ നോയിസ് കൺട്രോൾ. നമുക്കറിയാം സെൻട്രിഫ്യൂജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഒരു സാമ്പിൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നോയിസ് അവരുണ്ടാക്കും. അപ്പോൾ സെൻട്രിഫ്യൂജ് അല്ലെങ്കിൽ ടിഷ്യൂ പ്രോസസ്സേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, അത്രയും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സെക്ഷൻ അല്ലെങ്കിൽ റൂമിലേക്ക് പ്ലേസ് ചെയ്യാം. ദെൻ വർക്ക് ഫ്ലോ എഫിഷ്യൻസി. വർക്ക് ഫ്ലോ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഓരോ സ്റ്റേഷൻസും ഓരോ എക്യുപ്മെന്റ്സും ലോജിക്കലി എങ്ങനെയാണോ ആ ഒരു പ്രോട്ടോകോൾ പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓരോ പർട്ടിക്കുലർ ലാബാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്ലിയർ ലേബലിംഗ് ഉണ്ടാവണം, സാമ്പിൾസിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിൽ ഉണ്ടാവണം. വേറെ എന്തെങ്കിലും എന്താണ് ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ പ്രോപ്പർലി ലേബൽ ചെയ്ത് നമ്മുടെ ലാബിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവണം വർക്ക് ഏരിയയിൽ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി ഇന്റഗ്രേഷൻ. അതായത് മൈക്രോസ്കോപ്പ്, ഡിജിറ്റൽ പാത്തോളജി, ഹൈ ക്വാളിറ്റി മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ പാത്തോളജി എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇമേജ് അനാലിസിസ്, സ്റ്റോറേജ്, റിമോട്ട് കൺസൾട്ടേഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് എഫിഷ്യന്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സാമ്പിൾ ട്രാക്ക് ചെയ്യുന്നതിന്, ഒരു സാമ്പിൾ വന്നു കഴിഞ്ഞാൽ ആ സാമ്പിളിന്റെ ഇൻഫർമേഷൻസ് അതിൽ എൻറ്റർ ചെയ്യുന്നതിന്, ദെൻ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ. ദെൻ ഓട്ടോമേറ്റഡ് എക്യുപ്മെന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ വർക്ക് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹൈ ത്രൂപുട്ട് ലാബ്സിലൊക്കെ എന്താണ് ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസർ അല്ലെങ്കിൽ എംബഡിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ സ്റ്റെയിനിങ് മെഷീൻസ് യൂസ് ചെയ്യാം. ദെൻ വാഷ് ഡിസ്പോസൽ ആൻഡ് എൻവയോൺമെന്റൽ കൺസിഡറേഷൻ. അതായത് പ്രോട്ടോകോൾസ്, വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്രോട്ടോകോൾസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ ഡെസിഗ്നേറ്റഡ് ബിൻസിൽ മാത്രം അതാത് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ലൈക്ക് ഹസാർഡസ് വേസ്റ്റ്, ഷാർപ്പ് ഒബ്ജക്ട്സ്, അതുപോലെ തന്നെ ബയോ ഹസാർഡസ് മെറ്റീരിയൽസ്, ഇതെല്ലാം അതാത് ബാഗിൽ മാത്രം പ്ലേസ് ചെയ്യുക. ആൻഡ് ആ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ലൈക്ക് പാർട്ട്ണർ വിത്ത് സർട്ടിഫൈഡ് വേസ്റ്റ് ഡിസ്പോസൽ കമ്പനീസുമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ചെയ്യുക. എന്തിനു വേണ്ടി, റെഗുലർ ആയിട്ട് എന്താണ് നമ്മൾ ആ ലാബിൽ ഉണ്ടാകുന്ന വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട്. ദെൻ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. നമുക്കറിയാം ഒരു മൈക്രോബയോളജി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോടെക്നോളജി മൈക്രോബയോളജിയുടെ അണ്ടറിലാണ് വരുന്നത്. മൈക്രോബയോളജിയുടെ എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബയോകെമിസ്ട്രി, ഫിസിയോളജി, അതുപോലെ എല്ലാ സബ്ജക്റ്റായിട്ടും ഇന്റർവൈൻ ചെയ്ത് നടക്കാണ്. സോ അങ്ങനെ ഒരു ലാബില് എന്ത് ചെയ്യണം, നമ്മൾ ഒത്തിരി പൈപ്പറ്റ്സ് യൂസ് ചെയ്യുമ്പോഴാവട്ടെ ഒത്തിരി വേസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. പ്ലാസ്റ്റിക് വേസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഗ്ലൗസ് ആവട്ടെ. അപ്പോൾ എന്താണ് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നോൺ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ റീയൂസ് ചെയ്യുക. അതുപോലെ തന്നെ റിയേജന്റ് വേസ്റ്റ് ആക്കുന്നത് മിനിമൈസ് ആക്കുക. ദെൻ വാട്ടർ കൺസംഷൻ റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ സസ്റ്റൈനബിൾ പ്രാക്ടീസ് ആണ് ഒരു ലാബിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ കംപ്ലൈൻസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്. ലാബിൽ നമ്മുടെ ഓരോ ടെക്നിക്ക് ചെയ്യുമ്പോഴും എന്താണ് ലൈക്ക് ലോക്കൽ, നാഷണൽ, ഇന്റർനാഷണൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാവണം. റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഓഷ, ക്യാപ്, ക്ലിയ ഇതുപോലെയുള്ള റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രൊസീജിയറിന്റെ ബേസിസിലാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ പ്രോട്ടോകോളും ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. ലാബ് സേഫ്റ്റിയും എൻവയോൺമെന്റൽ കൺസിഡറേഷനും ഒക്കെ വെച്ചിട്ട്. ഇതിലെ ക്ലിയ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ലബോറട്ടറി ഇംപ്രൂവ്മെന്റ് അമെൻഡ്മെന്റ്സ്, ക്യാപ് എന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് അമേരിക്കൻ പാത്തോളജിസ്റ്റ്, ഓഷ എന്ന് പറഞ്ഞാൽ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ദെൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് കാലിബ്രേഷൻ. എക്യുപ്മെന്റ്സ് റുട്ടീൻ ആയിട്ട് എന്ത് ചെയ്യണം, കാലിബ്രേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ക്വാളിറ്റി കൺട്രോൾ സാമ്പിൾസ്, ഡോക്യുമെന്റേഷൻ ഒക്കെ ഓരോ പർട്ടിക്കുലർ പ്ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹിസ്റ്റോളജി ലാബിനെ ഫങ്ഷണൽ ആയിട്ട്, അതായത് സേഫ് ആയിട്ട് ഹൈ ക്വാളിറ്റി റിലയബിൾ റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് എന്ത്, ഒരു ഡിസൈൻ ഓഫ് എ ഹിസ്റ്റോളജി ലാബ് എന്ന് പറയുന്നത്.
ലബോറട്ടറി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ലബോറട്ടറി ആക്സസ് പാത്വേയിൽ എന്തൊക്കെ ഉണ്ടാവണം, ലൈക്ക് സാമ്പിൾ ബയോപ്സി സാമ്പിൾസ് ആവാം, അല്ലെങ്കിൽ സ്മോൾ ആൻഡ് ലാർജ് സ്പെസിമെൻസ് ആവാം, കളക്ഷൻ ഏരിയ റൂം, അതുപോലെ തന്നെ സാമ്പിൾ ഫിക്സേഷൻ ഗ്രോസിംഗ് റൂം, സാമ്പിൾ പ്രോസസിംഗ് റൂം, ദെൻ സ്റ്റെയിനിങ് ഏരിയ, റിപ്പോർട്ടിംഗ് റൂം, സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ റൂം ഫോർ സ്ലൈഡ്സ്, സ്റ്റോറേജ് ഏരിയ ഓർ റൂം ഫോർ സ്പെസിമെൻസ്, ദെൻ റിപ്പോർട്ട് കളക്ഷൻ റൂം. ഇത് എല്ലാം ഒരു പ്ലേസിലാണെങ്കിൽ തന്നെയും ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ പറയുന്നതാണ് റെക്കോർഡിംഗ് ആൻഡ് റിസപ്ഷൻ ഓഫ് സ്പെസിമെൻ. റെക്കോർഡിംഗ് ആൻഡ് റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോപ്പർ ആയിട്ട് നമ്മുടെ സ്പെസിമെനെ ട്രാക്ക് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, അതായത് പ്രോസസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സ്പെസിമെൻ റിസപ്ഷൻ ഏരിയ സെറ്റപ്പ്. റിസപ്ഷൻ കൗണ്ടർ, അതായത് നമ്മൾ സ്പെസിമെൻ റിസീവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ, ആ പെർട്ടിക്കുലർ ഏരിയയിൽ എന്തായിരിക്കണം, നമ്മുടെ എൻട്രി പോയിന്റിന്റെ അടുത്തായിരിക്കണം, നമ്മുടെ ലാബിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റിന്റെ അടുത്തായിരിക്കണം. ആൻഡ് കാരണം എന്താണ്, വേറെ ഏതെങ്കിലും പോയിന്റിലാണെന്നുണ്ടെങ്കിൽ സ്പെസിമെൻ തരാനായിട്ട് വരുമ്പോൾ എന്താണ്, വേറെ പ്ലേസിലേക്ക് ചിലപ്പോൾ കണ്ടാമിനേഷൻ ചാൻസ് വരാം. ആ കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ എൻട്രി പോയിന്റിലായിരിക്കണം ഈ സാമ്പിൾ റിസീവ് ചെയ്യേണ്ട ഏരിയ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ റെഫ്രിജറേഷൻ, ഇഫ് പോസിബിൾ ആണെങ്കിൽ എന്താണ്, ഇമീഡിയറ്റ് റെഫ്രിജറേഷൻ വേണ്ട സ്പെസിമെൻ ഉണ്ടാവും. ഓരോ സ്പെസിമെനും ഓരോ കണ്ടീഷൻസ് ആണ്. സോ റെഫ്രിജറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. ദെൻ വർക്ക് സ്റ്റേഷൻ സെറ്റപ്പ്, അതായത് കമ്പ്യൂട്ടേഴ്സ്, ബാർകോഡ് സ്കാനേഴ്സ്, ലേബൽ പ്രിന്റേഴ്സ്, അതർ നെസസറി ടൂൾസ് ഫോർ ഡേറ്റ എൻട്രി ആൻഡ് ലേബലിംഗ്. അതായത് ഒരു സാമ്പിൾ കിട്ടുമ്പോൾ ആ സാമ്പിളിന്റെ ഡേറ്റ എൻട്രി ചെയ്യാനും ലേബൽ ചെയ്യാനും വേണ്ട കാര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ചില സ്പെസിമെൻ റിസീവ് ചെയ്യുന്ന ടൈമിൽ ഗ്ലൗസ്, ലാബ് കോട്ട്, ഐ പ്രൊട്ടക്ഷൻ, കാരണം ഇൻകമിങ് സ്പെസിമെനെ നമ്മൾ റിസീവ് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്ത് അത് കീപ്പ് ചെയ്യുന്ന വരെ ഉള്ള ടൈമിൽ എന്താണ്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ സ്പെസിമെൻ റിസപ്ഷൻ. സ്പെസിമെൻ റിസപ്ഷന്റെ SOP എന്ന് പറയുന്നത് സ്പെസിമെൻ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാവുന്നതാണ് ഫസ്റ്റ്. അതായത് ഒരു സ്പെസിമെൻ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്പെസിമെൻ കണ്ടെയ്നറിൽ റിക്വയർഡ് ഇൻഫർമേഷൻസ് ഉണ്ടോ, അതായത് പേഷ്യന്റ് ID ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ID, നെയിം, ഡേറ്റ്, സാമ്പിൾ ഏത് ടൈപ്പ് ആണ്, ദെൻ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള റെലവെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ദെൻ റിക്വസ്റ്റ് ഫോം, ദെൻ ആയിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ മാച്ച് ആവുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ദെൻ കോമൺ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് സ്പെസിമെൻ, കളക്ഷൻ ഡേറ്റ്, ഫിസിഷ്യൻസ് ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് വരുന്നത്. ദെൻ ഡോക്യുമെന്റിംഗ് ആൻഡ് ലോഗിംഗ് ദ സ്പെസിമെൻ, അതായത് സ്പെസിമെൻ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യും. ഇനി അങ്ങനെ ഒരു എന്താണ് അത് നമ്മൾ, അതായത് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലോഗ് ബുക്കിൽ എൻട്രി ചെയ്യും. ദെൻ റെക്കോർഡിനകത്ത് എന്താണ്, എസെൻഷ്യൽ പേഷ്യന്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്പെസിമെൻ ഇൻഫർമേഷൻ, ദെൻ യുണീക്ക് ആയിട്ടുള്ള ലാബ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഇതൊക്കെ ഉണ്ടാവണം. ഓരോ സ്പെസിമെനും ഒരു യുണീക്ക് ആയിട്ടുള്ള ആക്സഷൻ നമ്പർ ഉണ്ടാവും. പിന്നെ എന്താണ്, സ്പെസിമെനെ നമുക്ക് ഒരു ബാർകോഡ് അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് ലേബല് ഫെസിലിറ്റേറ്റ് ചെയ്യാം. എന്താണ്, നമ്മുടെ പ്രോസസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട്. ദെൻ കണ്ടീഷൻ ചെക്ക്, നമുക്ക് കിട്ടുന്ന സ്പെസിമെൻ ഏത് കണ്ടെയ്നറിലാണോ കിട്ടുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സാമിൻ ചെയ്യുക. എന്തെങ്കിലും ലീക്കേജോ അല്ലെങ്കിൽ ഡാമേജോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ ഇനി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് വരുന്ന സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ ആ സ്പെസിമെൻ കറക്റ്റ് പ്രിസർവേറ്റീവിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫോർ എക്സാമ്പിൾ ഹിസ്റ്റോളജിയുടെ കേസിൽ നമ്മൾ സ്പെസിമെൻസ് ഫോർമാലിനാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉറപ്പുവരുത്താം.
ദെൻ സ്പെഷ്യൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില സാമ്പിൾസിന് സ്പെഷ്യൽ ഹാൻഡ്ലിംഗ് വരും. ചില സാമ്പിൾസ് നമുക്ക് അപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്യണം, റാപ്പിഡ് ആയിട്ട് പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ റിഫ്രിജറേഷൻ വേണം, അല്ലെങ്കിൽ കൂൾ കണ്ടീഷനിൽ വേണം പ്രോസസ്സ് ചെയ്യാൻ. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെസിഫിക് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എല്ലാം എന്ത് ചെയ്യും, ആ ഇൻഫർമേഷൻ നോട്ട് ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്പെഷ്യലായിട്ട് നമ്മൾ ലേബൽ ചെയ്യും ആവശ്യമെങ്കിൽ. ദെൻ ലേബലിംഗ് ആൻഡ് അക്സഷനിങ് നമുക്ക് ബാർകോഡ് ലേബലിംഗ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അക്സഷൻ നമ്പർ അസൈൻ ചെയ്യാം. ബാർകോഡ് ലേബലിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ആ ബാർകോഡ് ലേബൽ അതിലേക്ക് ഇട്ടാൽ മതിയാവും. ദെൻ എന്താണ് ലേബൽസ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിരിക്കണം, അത് റെസിസ്റ്റന്റും ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ പ്രോസസ് ചെയ്യുന്ന ടൈമിൽ എല്ലാത്തിനും ലേബൽ ഉണ്ടാവും. ആ ലേബൽ ഇപ്പൊ കെമിക്കൽസ് അല്ലെങ്കിൽ സ്റ്റെയിനിങ് എക്സ്പോഷർ വന്ന് ആ ലേബൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡ്യൂറബിൾ ആയിട്ടുള്ള ബാർകോഡ് ലേബലിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ അക്സഷൻ നമ്പർ, ഓരോ സ്പെസിമെനും ഓരോ അക്സഷൻ നമ്പർ ആണെന്ന് പറഞ്ഞു, അത് യുണീക്ക് ആയിരിക്കണം. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് അതുമായിട്ട് ആ പെർട്ടിക്കുലർ സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാ ഡോക്യുമെന്റ്സിലും ഉണ്ടാവുകയും വേണം. ദെൻ ഡബിൾ ചെക്ക് പ്രോസസ് എന്ന് പറയുമ്പോൾ ലാബിൽ എഗെയിൻ ഒരു സെക്കൻഡ് ലാബ് ടെക്നീഷ്യനെ കൊണ്ട് എന്താണ് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം ഇൻ ഓർഡർ ടു റെഡ്യൂസ് എന്താണ് എറേഴ്സ് ഇൻ ലേബലിംഗ് ഓർ ലോഗിംഗ്. ദെൻ ഡേറ്റ എൻട്രി ഇൻ ടു ലിംസ്, പേഷ്യന്റ് ഇൻഫർമേഷൻ നമുക്ക് എൻ്റർ ചെയ്യാം. ദെൻ സ്പെസിമെൻ ഡേറ്റാസ് അതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓരോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അതിൽ ഒബ്സർവ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ ഡിനോട്ട് ചെയ്യുക. പ്ലസ് സ്പെസിമെൻ ടൈപ്പ്, ഒറിജിൻ, ദെൻ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ അതിൽ എന്ത് ചെയ്യും, കാണുന്ന അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്പെസിമെനിലുള്ള ഇറഗുലാരിറ്റീസും നമ്മൾ അതിൽ നോട്ട് ചെയ്യണം. ദെൻ ട്രാക്കിംഗ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സാമ്പിൾ നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അതൊക്കെ സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ട്രേസിയബിലിറ്റി പോസിബിൾ ആണ്. ദെൻ സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷൻ, സ്പെസിമെൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് തന്നെ അപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്യുക ഓർഗനൈസ്ഡ് ആയിട്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് നമുക്ക് കിട്ടുന്ന സാമ്പിൾ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യേണ്ട റാക്കിലോ ഷെൽഫിലോ ഏത് കണ്ടീഷനിലാണെന്നുള്ളത് നോക്കി നമ്മൾ അവിടെ കീപ്പ് ചെയ്യാം. ദെൻ കളർ കോഡഡ് അല്ലെങ്കിൽ ലേബിൾഡ് റാക്സ് ഒക്കെ നമ്മൾ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെസിമെൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അർജന്റ് കേസ്, റെഫ്രിജറേറ്റഡ് സാമ്പിൾ, സോ അതിന്റെയൊക്കെ ബേസിസിൽ. ദെൻ സ്പെസിമെൻ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് സ്പെസിമെൻ, അതായത് ഓരോന്നിന്റെ എന്താണ് വേണ്ട സ്പെഷ്യൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കൺട്രോൾ അനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യാം. ദെൻ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ്, അതിൽ ക്രോസ് വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രോട്ടോകോള് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോട്ടോകോള് കൺഫേം ചെയ്യാം. ഒരു പർട്ടിക്കുലർ സ്പെസിമെൻ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ എന്താണ് ലോഗിൽ എൻ്റർ ചെയ്യാം. ദെൻ ഡോക്യുമെന്റേഷൻ. ഓക്കെ, എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് റിസീവ് ചെയ്തതും കണ്ടീഷനും ഇനിഷ്യൽ പ്രോസസിങ് സ്റ്റെപ്പും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് റെക്കോർഡ് ചെയ്യും. ദെൻ ഓഡിറ്റ് ആൻഡ് ട്രെയിനിങ്, റെഗുലർ ആയിട്ട് തന്നെ ഈ ഒരു റിസപ്ഷൻ പ്രോസസ്സ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാം ഓഡിറ്റ് ആൻഡ് ട്രെയിനിങ് വഴി. അതുപോലെ തന്നെ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് എന്താണ് പ്രോട്ടോകോൾസും സിസ്റ്റം അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഔട്ട് ചെയ്യണം. ദെൻ കൺഫർമേഷൻ വിത്ത് ക്ലിനിക്കൽ സ്റ്റാഫ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു കൺഫർമേഷൻ റെസിപ്റ്റ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ പ്രോസസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റെഫറിംഗ് ആയിട്ടുള്ള ക്ലിനിക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അത് കൺഫേം ചെയ്യുക ആൻഡ് പ്രോസസിങ് സ്റ്റാർട്ട് ആയി എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുക. ദെൻ ക്ലാരിഫിക്കേഷൻസ്, ഇപ്പൊ എന്തെങ്കിലും മിസ്സിംഗ് ആണ്, അൺക്ലിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് ഡിലേ ഒഴിവാക്കി സ്പെസിമെനെ എന്താണ് വിത്തൗട്ട് എനി എറർ പ്രോസസ്സ് ചെയ്യാനും വർക്ക് ഫ്ലോ ഈസി ആക്കാനും നോക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ലാബ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതിയാവും, അപ്പൊ തന്നെ നമുക്കിത് മനസ്സിലാവും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു ലാബ് ഡിസൈനിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി
ഹിസ്റ്റോ ടെക്നോളജി ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഗ്രോസിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്, ഒരു ഐഡിയ കിട്ടും. കാരണം ഈ ഒരു മൊഡ്യൂൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്കിനി പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പൊ ഇതാണ് ഒരു ഗ്രോസിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടിഷ്യൂ സ്പെസിമെൻ റിസീവ് ചെയ്ത് അതിനെ എക്സാമിൻ ചെയ്ത് ഫർദർ പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ ഈ കാണുന്നതാണ് ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസർ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സറിൽ എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഇവിടെ ബീക്കർ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെ ഈ കാണുന്നത് ഏകദേശം 12 നമ്പേഴ്സ് ഓഫ് ബീക്കർ ഉണ്ടാവും. ഓക്കെ, ഇത് ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസർ ആണ്. ഈ ഒരു പ്രോസസ്സറിലാണ് നമ്മൾ എന്താണ് ഇതില് ഓരോ ബീക്കറിലും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സോൾവെന്റ്സ് അല്ലെങ്കിൽ റിയേജൻസ് ആയിരിക്കും. ആ റിയേജൻസിലൂടെ നമ്മുടെ ടിഷ്യൂനെ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും, ഡീഹൈഡ്രേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പാരഫിൻ വാക്സിലേക്ക് ഇട്ട് അതിന് നമ്മൾ എംബഡിങ്ങിനും സെക്ഷനിങ്ങിനും വേണ്ടിയിട്ട് റെഡിയാക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റഡ് ടിഷ്യൂ പ്രോസസ്സറിൽ എന്താണ് 12 ബീക്കേഴ്സ് ഉണ്ടാവും. ഈ 12 ബീക്കേഴ്സിൽ ഒരു ജാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോർമാലിൻ ആയിരിക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പ്രോസസ്സിംഗ് സ്റ്റെപ്പിൽ പറയാം. ഇത് ജസ്റ്റ് എക്യുപ്മെന്റ്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരു ജാർ എന്ന് പറയുന്നത് ഫോർമാലിൻ ആയിരിക്കും. അതുപോലെ തന്നെ 6 ജാർസ് ഉണ്ടാവും. ആ അനദർ 6 ജാർ എന്ന് പറയുന്നത് നമ്മൾ ഡീഹൈഡ്രേഷൻ സ്റ്റെപ്പ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാവും യൂസ് ചെയ്യുന്നത്. ഈ 6 ജാർസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അത് ആൽക്കഹോൾ ആയിരിക്കും. അതായത് ഡിഫറെന്റ് ഗ്രേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് പെർസെൻറ്റേജിലുള്ള ആൽക്കഹോൾ ആയിരിക്കും. ദെൻ പിന്നെ ഒരു 3 ജാർസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലിയറിംഗ് സൊല്യൂഷൻ ആയിരിക്കും. ദെൻ പിന്നെ ഉള്ള 2 എന്ന് പറയുന്നത് എന്താണ്, മോൾട്ടൺ പാരഫിൻ ആയിരിക്കും. ഇതില് പറഞ്ഞു ഓൾറെഡി 12 ബീക്കേഴ്സ് ഉണ്ടെന്ന്. ഈ 12ല് 10 ബീക്കേഴ്സും സ്റ്റീൽ അല്ലെങ്കിൽ എന്താണ് ഗ്ലാസ് ജാർസ് ആയിരിക്കും. ദെൻ 2 എന്ന് പറയുന്നത് തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾ ചെയ്തിട്ടുള്ള എന്താണ് വാക്സ് ബാത്ത് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ദെൻ എംബഡിങ് സ്റ്റേഷൻ. എംബഡിങ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എംബഡിങ് മെഷീൻ അല്ലെങ്കിൽ ടിഷ്യൂ എംബഡിങ് സെന്റർ എന്ന് പറയാം. നമ്മൾ പ്രോസസ്സ് ചെയ്ത ടിഷ്യൂ സാമ്പിളിനെ എന്ത് ചെയ്യും, പാരഫിൻ ബാഗ്സിലേക്ക് എംബഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, ഒരു സോളിഡ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് തിൻ ആയിട്ടുള്ള പ്രിസൈസ് സെക്ഷൻ ഓഫ് ടിഷ്യൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എംബഡിങ് പ്രോസസ് എന്താണ്, സ്റ്റെബിലൈസസ് ദ ടിഷ്യൂ, preserves its structure, making it ready for sectioning. Okay, അതിന്റെ സ്ട്രക്ചർ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സെക്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് റെഡി ആക്കുകയും ചെയ്യും. ദെൻ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ലാബിലൊക്കെ. ഇതെന്ന് പറയുന്നത് എന്താണ്, വാട്ടർ ബാത്ത്. ദെൻ മൈക്രോട്ടോം ബ്ലേഡ്. ദെൻ ഇതെന്ന് പറയുന്നത് ഇൻക്യുബേറ്റർ. ദെൻ ഇതാണ് ഓട്ടോമേറ്റഡ് സ്ലൈഡ് സ്റ്റെയിനർ എന്ന് പറയുന്നത്. ഇത് സ്ലൈഡ് സ്റ്റെയിൻ ചെയ്തിട്ട് ഡിപ്പ് ചെയ്തിടാനുള്ള ഡിഷ് അല്ലെങ്കിൽ വാഷ്. Then glass slides, then microscope slide rack ആണ് ഇതെന്ന് പറയുന്നത് ക്രയോസ്റ്റാറ്റ്. Then microscope and microwave. ഇത് എത്രയാണ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. Then നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക് നോളജ് അബൌട്ട് ദി വേരിയസ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. അപ്പോൾ നമ്മളിപ്പോൾ ഹിസ്റ്റോളജിയാണ് പഠിക്കുന്നത്. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ടിഷ്യൂ ഉണ്ടെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പം ടിഷ്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് വിത്ത് സിമിലർ ഷേപ്പ് ആൻഡ് ഫങ്ഷൻ. ഫോം എ സെല്ലുലാർ ഓർഗനൈസേഷണൽ ലെവൽ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ സെൽസ് ആൻഡ് ഓർഗൻ സിസ്റ്റം. നമുക്കറിയാം, അതായത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണ്. സെൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ടിഷ്യൂ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു, ഓർഗൻ ഫോം ചെയ്യുന്നു. ദെൻ എന്താണ് നെക്സ്റ്റ് ഹയർ ലെവൽ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ആണ്. ഓക്കെ, സോ ഇതാണ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ദെൻ ടിഷ്യൂസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഫസ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ടൈറ്റ്ലി പാക്ഡ് സെൽസ് ആണ് വിത്ത് മിനിമൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ്. ഇവരെ കണ്ടിന്യൂസ് ഷീറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ടാവും. അതെന്ന് പറയുന്നത് എന്താണ്, ആങ്കർ ചെയ്തിട്ടാവും കിടക്കുക. അണ്ടർലൈൻ ടിഷ്യൂസിനെ ആങ്കർ ചെയ്തിട്ടാവും കിടക്കുക. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, ഫിൽട്രേഷൻ, സെക്രീഷൻ,
സെൻസറി റിസപ്ഷൻ. ഇതൊക്കെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. സിമ്പിൾ എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും, അതായത് ഒരു ഒറ്റ ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിൻലി എന്തിനൊക്കെയാണ് ലൈക്ക് അബ്സോർപ്ഷൻ, സെക്രീഷൻ, ഫിൽട്രേഷൻ ഒക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സിമ്പിൾ എപ്പിത്തീലിയം തന്നെ എഗെയിൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ സ്ക്വാമസ്, സിമ്പിൾ ക്യൂബോയിഡൽ, സിമ്പിൾ കോളംനാർ. സിമ്പിൾ സ്ക്വാമസ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് സെൽസ് ആണ്, മെയിൻ ആയിട്ട് ലെങ്സിലാണ് കാണുന്നത്, ബ്ലഡ് വെസൽസ് ഫോർ ഡിഫ്യൂഷൻ. സിമ്പിൾ ക്യൂബോയിഡൽ എന്ന് പറയുമ്പോൾ ക്യൂബ് ഷേപ്ഡ് സെൽസ് ആണ്, കിഡ്നി ട്യൂബ്യൂൾസിലും ഗ്ലാൻസിലും. സിമ്പിൾ കോളംനാർ എന്ന് പറയുമ്പോൾ കോളം ലൈക്ക് സെൽസ് ആണ്, പേര് ഓർത്താൽ മതി. സിമ്പിൾ കോളംനാർ മീൻസ് കോളം ലൈക്ക് സെൽസ് ഫൗണ്ട് ഇൻ ഡൈജസ്റ്റീവ് ട്രാക്ട് ആണ്, മെയിൻലി അബ്സോർപ്ഷന് വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ലെയർ ആണ്. ഇവിടെ നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയം സിംഗിൾ ലെയർ ആണ് പറഞ്ഞു. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഇൻ ഹൈ അബ്രേഷൻ ഏരിയാസ്. ഇത് 2 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എവിടെയാണ്? സ്കിന്നില്, മൗത്തില്, ഈസോഫാഗസ് മീൻസ് ഫുഡ് പൈപ്പിലൊക്കെയാണ് കാണുന്നത്. സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ എന്ന് പറയുമ്പോൾ റെയർ ആണ്, ഗ്ലാൻസിലൊക്കെ കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ഉണ്ട്, ട്രാൻസിഷണൽ എപ്പിത്തീലിയം ഉണ്ട്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ അപ്പിയേഴ്സ് ലേയേർഡ് ഡ്യൂ ടു വേരിയിങ് സെൽ ഹൈറ്റ്സ് ബട്ട് ഈസ് സിംഗിൾ ലേയേർഡ് ഫൗണ്ട് ഇൻ റെസ്പിറേറ്ററി ട്രാക്ട്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ സിംഗിൾ ലെയർ സെൽസ് ആണ്. ഈ സിംഗിൾ ലെയറിൽ തന്നെ ഇൻഡിവിജ്വൽ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറന്റ് ഹൈറ്റ് ആയിരിക്കും, ഒന്ന് ചെറുതാണെങ്കിൽ ഒന്ന് വലുത്, അങ്ങനെ ഹൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വേരിയിങ് ആയിരിക്കും. ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഫോർ സ്ട്രെച്ചിങ് ആണ്, മെയിൻലി ഫൗണ്ട് ഇൻ യൂറിനറി ബ്ലാഡർ. ജസ്റ്റ് ഒരു ഇമേജ് കാണിച്ചേക്കുന്നതാണ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയൽ സെൽസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? മെയിൻലി കമ്പോസ്ഡ് ഓഫ് സെൽസ് എംബഡഡ് ഇൻ ആൻ അബണ്ടന്റ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ദാറ്റ് മേ ഇൻക്ലൂഡ് ഫൈബേഴ്സ്. ഓക്കെ, കൊളാജൻ, ഇലാസ്റ്റിക് ആൻഡ് റെറ്റിക്കുലാർ ഫൈബേഴ്സ് ആൻഡ് എ ഗ്രൗണ്ട് സബ്സ്റ്റൻസും ഉണ്ടാവും. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അറിയാം കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഓക്കെ, സെൽ ടു സെൽ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ ആയിട്ട് സപ്പോർട്ട്, ബൈൻഡിങ്, protection, insulation, then transportation of substance. Then types. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, അതായത് ലൂസ്ലി പാക്ഡ് ഫൈബേഴ്സ് ആയിരിക്കും, ഇലാസ്റ്റിസിറ്റിയും സപ്പോർട്ടും ആണ് അവർ പ്രൊവൈഡ് ചെയ്യുക. എറിയോളാർ ടിഷ്യൂ, അതായത് കുഷ്യൻസ് ഓർഗൻസ് ഫൗണ്ട് അണ്ടർ സ്കിൻ. അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് സ്റ്റോറേജ് ആണ്, ഫൗണ്ട് അറൌണ്ട് ഓർഗൻസ് ഫോർ ഇൻസുലേഷൻ ആൻഡ് കുഷ്യനിങ്. ദെൻ റെറ്റിക്കുലാർ ടിഷ്യൂ forms a supporting framework for lymphatic organs. Then loose connective tissue ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് dense connective tissue. ഇത് dense എന്ന് പറയുമ്പോൾ എന്താണ്? ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും, which provides strength. ഇതിനെ again 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. dense regular, dense irregular, elastic tissue. dense regular എന്ന് പറയുമ്പോൾ കൊളാജൻ ഫൈബേഴ്സ് ആണ്, അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ്. ഡെൻസ് ഇറഗുലർ ആണെന്നുണ്ടെങ്കിലോ ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്, ഫൗണ്ട് ഇൻ ഡെർമിസ്. ഇലാസ്റ്റിക് ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അലോ സ്ട്രെച്ചിങ്, ഫൗണ്ട് ഇൻ ബ്ലഡ് വെസൽ വാൾസ്, ലെൻസ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർട്ടിലേജ് ആണ്, ഫേം ഫ്ലെക്സിബിൾ ടിഷ്യൂ ഫൗണ്ട് ഇൻ ജോയിന്റ്സ്, റെസ്പിറേറ്ററി ട്രാക്ട്. ഇത് 3 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹയാലിൻ കാർട്ടിലേജ്, ഇലാസ്റ്റിക് കാർട്ടിലേജ്, ഫൈബ്രോ കാർട്ടിലേജ്. ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ സ്മൂത്ത് ആണ്, ജോയിന്റ്സിലും നോസിലും ഒക്കെയാണ് പ്രസന്റ്. ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആണ്, ഫൗണ്ട് ഇൻ ഇയർ, എപ്പിഗ്ലോട്ടിസ്. ദെൻ ഫൈബ്രോ കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രോങ് ഷോക്ക് അബ്സോർബിംഗ് ഇൻവെർട്ടിബിൾ ഡിസ്കിലാണ് കാണുന്നത്. ദെൻ ബോൺ എന്ന് പറയുന്നത് അടുത്തൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, റിജിഡ് ടിഷ്യൂ ആണ് ഫോർ സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇത് കോമ്പാക്ട് ബോൺ, സ്പോഞ്ചി ബോൺ എന്ന് നമുക്ക് പറയാം. കോമ്പാക്ട് ബോൺ എന്ന് പറയുമ്പോൾ ഡെൻസ് ഔട്ടർ ലെയർ ആണ്. സ്പോഞ്ചി ബോൺ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, ഇന്നർ ലെയർ വിത്ത് സ്പേസസ് ഫോർ മാരോ. ദെൻ ബ്ലഡ് എന്ന് പറയുന്നതാണ് എന്ത്? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ആണ് എന്ത്? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ട്, ഗ്യാസസ് ആൻഡ് വേസ്റ്റ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മസിൽ സെൽസ് കണ്ടെയ്ൻ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ്, ആക്ടിൻ ആൻഡ് മയോസിൻ, allowing them to contract and generate force.
ഫംഗ്ഷൻ എന്താണ്? അഫ്കോഴ്സ് നമുക്കറിയാം. മസിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ്, മെയിൻറ്റെയിനിങ് പോസ്ചർ ആൻഡ് ജനറേറ്റിംഗ് ഹീറ്റ്. ജസ്റ്റ് ഒരു ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. മസിൽ ടിഷ്യൂനെ അഗെയിൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. സ്കെലറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ എന്താണ്? വോളണ്ടറി മസിൽ ആണ്, സ്ട്രിയേറ്റഡ് ആണ്, മൾട്ടിന്യൂക്ലിയേറ്റഡ്, അറ്റാച്ച്ഡ് ടു ബോൺസ് ഫോർ മൂവ്മെന്റ്. കാർഡിയാക് മസിൽ എന്താണ്? ഇൻവോളണ്ടറി ആണ്, സ്ട്രിയേറ്റഡ് വിത്ത് ഇന്റർകലേറ്റഡ് ഡിസ്ക്, ഫൗണ്ട് ഓൺലി ഇൻ ദി ഹാർട്ട്, ഇനാബിൾസ് ഹാർട്ട് കോൺട്രാക്ഷൻ. Then smooth muscle involuntary ആണ്, non striated ആണ്, found in walls of hollow organs like intestine, blood vessels, aiding in peristalsis. എന്താണ് peristalsis എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് വേവ് ലൈക്ക് മസിൽ കോൺട്രാക്ഷൻ ആണ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല, അതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആൻഡ് റെഗുലേറ്റിംഗ് ബ്ലഡ് ഫ്ലോ. Then nervous tissue. Nervous tissue structure എന്ന് പറയുമ്പോൾ എന്താണ്? Composed of neurons. Okay, nerve cells and supporting cells called glial cells. Then function എന്താണ്? Electrical impulse transmit ചെയ്യുക, അതായത് ബോഡിയിലൂടെ. Then എന്താണ്? Communication enable ചെയ്യുക. Then coordination and control of body functions. Then ഇതിൽ വരുന്ന കമ്പോണൻസ് നമ്മൾ ന്യൂറോൺസും ഉണ്ട്, ഗ്ലയൽ സെൽസും ഉണ്ട്. ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ്. ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നൽസ് റിസീവ് ചെയ്യുന്നു. പിന്നെ ഒരു സെൽ ബോഡി ഉണ്ടാവും. ദെൻ ഒരു ആക്സോൺ, ട്രാൻസ്മിറ്റ് സിഗ്നൽ. ഗ്ലയൽ സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, ന്യൂട്രീഷൻ, ഇൻസുലേഷൻ ആൻഡ് ഹെൽപ്പ് വിത്ത് സിഗ്നൽ ട്രാൻസ്മിഷൻ ഇൻ നെർവസ് സിസ്റ്റം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആസ്ട്രോസൈറ്റ്സ്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്, ഷ്വാൻ സെൽസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് പറഞ്ഞു. ഈ ടിഷ്യൂ ടൈപ്സ് ആണ് എന്ത് പറയുന്നത്? ഓരോ സ്പെസിഫിക് റോൾസിനും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ ടിഷ്യൂസ് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ എന്താണ്? ഒരു ഓർഗന്റെ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ബോഡിയുടെ സിസ്റ്റംസ് മൊത്തം കവർ ചെയ്യുന്നുണ്ട്. അപ്പം ടിഷ്യൂസിൽ നമ്മളിപ്പോ ഒറിജിൻ പറയുമ്പോൾ ഏത് ടിഷ്യൂ ആണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പൊ കവർ ചെയ്യുന്ന സിലബസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ കുറെ സ്റ്റെപ്സ് ഉള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇൻഫിൽട്രേഷൻ, എംബഡിങ്, സെക്ഷനിങ്, മൗണ്ടിങ്, സ്റ്റെയിനിങ്. ഇത്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ടിഷ്യൂവിനെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്നുള്ളതാണ് പ്രോസസ്സിങ്ങിന്റെ ടൈമിലുള്ള. അത് പറയുമ്പോൾ ജസ്റ്റ് ഈ സ്റ്റെപ്സ് അതിന്റെ ഇടയിൽ പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ഞാൻ സ്റ്റെപ്സ് പറഞ്ഞതാണ്. ഈ ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്നുണ്ട്. സോ ടിഷ്യൂ പ്രോസസ്സിംഗിൽ വരുന്ന സ്റ്റെപ്സ് ആണ് ഇത് ഇത്രയും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫ്ലുവൻസ് പ്രോസസ്സിംഗ്. ഓക്കെ, പ്രോസസ്സിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ പറയുന്നത് ടിഷ്യൂ ടൈപ്പ് ആണ്. അതായത് നമ്മളിപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ പറഞ്ഞു. അത് ഡിഫറെന്റ് ഡെൻസിറ്റി ആയിരിക്കും, സെല്ലുലാർ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. സോ അതിനനുസരിച്ചിട്ട് പ്രോസസ്സിംഗ് ടൈമും ഈ യൂസ് ചെയ്യുന്ന റിയേജന്റ് പെനിട്രേഷനും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സാമ്പിൾസ് എപ്പിത്തീലിയൽ, കണക്റ്റീവ് മസിൽ, നെർവസ്. ദെൻ ടിഷ്യൂ ഡെൻസിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. ഡെൻസ് ടിഷ്യൂസ്, ഇപ്പൊ ഡെൻസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ലൈക്ക് ബോൺ റിക്വയർ എന്താണ്? ലോങ്ങർ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡീകാൽസിഫിക്കേഷൻ. സോഫ്റ്റ്വെയർ ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ, അഡിപ്പോസ് ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ പ്രോട്ടോകോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കാത്ത രീതിയിൽ. ദെൻ നെക്സ്റ്റ് പറയുന്നത് സൈസ് ആൻഡ് തിക്നെസ് ഓഫ് ടിഷ്യൂ സാമ്പിൾ. ഇനി തിക് സാമ്പിൾ അല്ലെങ്കിൽ ലാർജർ സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഫിക്സേഷന് കൂടുതൽ ടൈം എടുക്കും ആൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ ഒരു സ്റ്റാൻഡേർഡ് തിക്നെസ് ഫോർ എഫിഷ്യന്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 3 to 5 millimeter ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? ടിഷ്യൂന്റെ സൈസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാറ്റ് കണ്ടന്റ് ആണ്. ഫാറ്റ് കണ്ടന്റ് പറയുമ്പോൾ ഫാറ്റ് ടിഷ്യൂസിൽ എന്താണ്? അഡീഷണൽ ക്ലിയറിംഗ് സ്റ്റെപ്സ് വേണം. നമ്മൾ ക്ലിയറിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഈ ക്ലിയറിംഗ് സ്റ്റെപ്പ് അഡീഷണൽ ആയിട്ട് നമ്മൾ ഫാറ്റ് ടിഷ്യൂസിൽ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു റിമൂവ് ലിപ്പിഡ്സ്. Then prolonged fixation and specific clearing agents help maintain tissue structure. Then water content. നമുക്ക് ഹിസ്റ്റോ ടെക്നോളജിയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഡീഹൈഡ്രേഷൻ. അപ്പൊ വാട്ടർ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിലോ ഹൈ വാട്ടർ കണ്ടന്റ് ക്യാൻ ഇമ്പാക്ട് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് എംബഡിങ്, റിക്വയറിംഗ് തറോ ഡീഹൈഡ്രേഷൻ സ്റ്റെപ്സ് ടു അവോയ്ഡ് ആർട്ടിഫാക്ട്സ്. Then fixation quality.
പ്രോപ്പർ ഫിക്സേഷൻ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ് ടിഷ്യൂ സ്ട്രക്ചർ മെയിൻ ചെയ്യാൻ. ഇൻകംപ്ലീറ്റ് ഫിക്സേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മോർഫോളജി നമ്മൾ പൂറായി പോകും. ദെൻ സെക്ഷനിങ് സ്റ്റെയിനിങ്ങിന്റെ സമയത്തൊക്കെ ഇഷ്യൂസ് കോസ് ചെയ്യും. Then presence of calcified or hard components. ഇപ്പോൾ കാൽസിഫൈഡ് ടിഷ്യൂസ് ലൈക്ക് ബോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീകാൽസിഫിക്കേഷൻ വേണം പ്രയർ ടു സെക്ഷൻ ചെയ്യുന്നതിന് മുന്നായിട്ട്. ഇംപ്രോപ്പർ ഡീകാൽസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ടിഷ്യൂ ഹാർഡ് ആയിരിക്കും, അൺപ്രോസസബിൾ സാമ്പിൾസ് ആവും. ഓക്കെ, നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റില്ല പ്രോപ്പർ ആയിട്ട്. ദെൻ ഓട്ടോലൈസിസ് ഓർ പെട്രിഫാക്ഷൻ സസെപ്റ്റബിലിറ്റി, അതായത് ഡെലിക്കേറ്റ് ടിഷ്യൂസ് ലൈക്ക് ബ്രെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രോൺ ടു റാപ്പിഡ് ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ റിക്വയർ പ്രോംപ്റ്റ് ഫിക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. എന്തിനാണ്, ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഓട്ടോലൈസിസ്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഓട്ടോലൈസിസ് സംഭവിച്ച ആ ടിഷ്യൂ നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ പ്രസൻസ് ഓഫ് പിഗ്മെന്റ്സ് അല്ലെങ്കിൽ അതർ ആർട്ടിഫാക്ട്സ് ലൈക്ക് പിഗ്മെന്റഡ് ടിഷ്യൂസ്, ലിവർ, സ്പ്ലീൻ, ഇതിനൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് ഇൻ ഓർഡർ ടു അവോയ്ഡ് എന്താണ്, മാസ്കിംഗ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ്. കാരണം നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ചിലപ്പോൾ എന്താണ്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും ആ ടിഷ്യൂല്. ആ ഡിഫറൻസ് എന്താണ്, നമുക്ക് ഈ പിഗ്മെന്റഡ് ടിഷ്യൂസ് ഉണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സ് മാസ്ക് ആയിരിക്കും. അപ്പൊ ഫൈനൽ സ്റ്റെയിൻഡ് സെക്ഷനിൽ അപ്പൊ നമുക്ക് എന്താണ്, ആ ഒരു നോർമാലിറ്റി അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. Each characteristic informs the selection and adjustment of fixation, dehydration, clearing and embedding techniques for optimal tissue preservation and sectioning. സോ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്കും അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ പ്രോസസ്സിലാണ്. അതായത് ഫിക്സേഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫിക്സേഷൻ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, അല്ലെങ്കിൽ ക്ലിയറിംഗ്, എംബെഡിങ്, ഈ ടെക്നിക്സിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാനായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ഉള്ളത്. Then next പറയുന്നത് factors influencing processing. Viscosity. Solutions with low viscosity, smaller sized molecules, faster penetration rate and vice versa. Okay, melted paraffin wax എന്താണ്, low viscosity ആണ്, which enhances the impregnation rate and the increase ചെയ്യും. Then agitation. Agitation എന്ന് പറയുമ്പോൾ എന്താണ്, flow of solution around tissue. മെക്കാനിസം ഫോർ അജിറ്റേഷൻ ഓട്ടോമേറ്റഡ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു, എന്താണ് 10 ബീക്കേഴ്സിലൂടെ ഇത് പാസ് ചെയ്യുന്നുള്ളത്. അത് ഏതർ വെർട്ടിക്കൽ റോട്ടറി ഓസിലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് റിമൂവൽ ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് ടൈംഡ് ഇന്റർവെൽ, അങ്ങനെ ആയിരിക്കും. ഓക്കെ, അതായത് പ്രഷറൈസ്ഡ് റിമൂവൽ ആയിരിക്കും. ഈ റീപ്ലേസ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഓട്ടോമേറ്റഡ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ്. Increasing temperature improve fluid exchange and penetration rate. Excessive exposure to heat ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ടിഷ്യൂ shrink ആയി പോകും. Hardening of the tissue which negatively affect subsequent staining and immunohistochemistry. Then vacuum and pressure increase fluid mobility, thus increasing the infiltration rate and decreasing the time necessary to complete each processing step. Then ഈ വാക്വം എന്ത് ചെയ്യും, ലൈക്ക് എയ്ഡ്സ് ദ റിമൂവൽ ഓഫ് എയർ പോക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും. പോറസ് ടിഷ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാപ്പ് ആവുന്ന എയറിനെ റിമൂവ് ചെയ്യും. എക്സാമ്പിൾ ലങ്സിലൊക്കെ. പ്രോസസിംഗ് സോൾവെന്റ് കണ്ടാമിനേഷൻ. Number of blocks on each run, tissue type, size, frequency of the runs, use of sponges, and cross-contamination of processor solvents will influence how often solution should be rotated between stations or changed to maintain processing quality. അതായത് ഈ സോൾവെന്റ് നമുക്ക് എന്താണ്, റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മൾ എത്ര ബ്ലോക്ക് ആണ് റൺ ചെയ്യുന്നത്, എത്ര ടിഷ്യൂ ആണ്, ടിഷ്യൂ ടൈപ്പ് ഏതാണ്. ചില ടിഷ്യൂസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ടിഷ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടിഷ്യൂ ടൈപ്പ്, അതിന്റെ സൈസ്, റണ്ണിന്റെ ഫ്രീക്വൻസി, നമ്മൾ സ്പോഞ്ച് യൂസ് ആക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ക്രോസ് കണ്ടാമിനേഷൻ ഓഫ് പ്രോസസർ സോൾവെന്റ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത്. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് സൈസ് ആണ്. സൈസ് എന്ന് പറയുന്നത് 3 to 5 millimeter ആയിരിക്കണം. മോസ്റ്റ്ലി ചില റെഫറൻസിലൊക്കെ ഇത് പറയുന്നുണ്ട് ലൈക്ക് ലെസ് ദാൻ, അതായത് ലെസ് ദാൻ 4 ആയിരിക്കും ബെറ്റർ എന്നുള്ളത്. പക്ഷെ നമ്മൾ റേഞ്ച് പറയുമ്പോൾ 3 to 5 mm ആണ് എന്തെന്ന് പറയുന്നത്, ലൈക്ക് ടിഷ്യൂ സൈസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മുടെ സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക്കും ഉണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. That's it. Thank you.